കോൺഗ്രസ്സുകാർ കലഹിച്ച പിന്നെ കലഹമാണ്, ഇണങ്ങിയാലോ അത് അതിനേക്കാളും വലിയ പ്രശ്നം. ഈ ഇണങ്ങിയാൽ നക്കിക്കൊല്ലും, പിണങ്ങിയാൽ കുത്തിക്കൊല്ലും. അതാണ് കോൺഗ്രസ്സുകാർ. ഇതിപ്പോൾ എന്താ കോൺഗ്രസ്സുകാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, കുറച്ച് നാൾ മുമ്പാണ് നമ്മുടെ ചെന്നിത്തല നായർ പറഞ്ഞു, ഈ സതീശനിസം എന്ന് പറയുന്ന ഒന്നില്ല, നിലമ്പൂരിലെ വിജയം എല്ലാവരുടെയും കൂടി ക്രെഡിറ്റാണ്, അല്ലാതെ സതീശന് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന്. ഇപ്പോൾ നമ്മുടെ ചെന്നിത്തല നായർ പറയുന്നു, വി ഡി സതീശൻ മിടുമിടുക്കനാണ്, സമർത്ഥനാണ്, നല്ല വാഗ്ധോരണിയുള്ള ആളാണ്, വി ഡി സതീശന് കൊടുക്കാത്ത സർട്ടിഫിക്കറ്റ് തന്നെ ഇനിയില്ല, ഫുൾ A+ കൊടുത്തിരിക്കുകയാണ് ചെന്നിത്തല. അപ്പോൾ അതിനർത്ഥം അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ പാര പണിയില്ല എന്നാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം എന്തായാലും വി ഡി സതീശനും ചെന്നിത്തല നായരും കൂടി ഇപ്പോൾ ഒന്നായി തീർന്നിരിക്കുക. ഒന്നായി തീർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുകളിൽ നിന്ന് കെട്ടിയിറക്കാൻ പോകുന്ന KC വേണുഗോപാലിനെ തടയാനായിട്ട് സാധിക്കും. അതെന്ത് പറഞ്ഞാലും, കാരണം രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചിരിക്കുന്ന ആളാണ് KC വേണുഗോപാൽ. സമയമാകുമ്പം അദ്ദേഹം തീർച്ചപ്പെടുത്തിക്കോളും. KC വേണുഗോപാൽ കേരളത്തിലെ കളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. നമ്മുടെ കെ സുധാകരനെ അനാരോഗ്യത്തിൻ്റെ പേരിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അങ്ങ് മാറ്റി. വേറെ പലരെയും കൊണ്ടുവന്നുവെങ്കിലും ഒടുവിൽ അതിനെല്ലാം തടയിട്ടു. അങ്ങനെ ഏതെല്ലാം വഴികളിലൂടെ എന്തെല്ലാം തരത്തിലുള്ള കുരുക്കുണ്ടാക്കി വെക്കാമോ അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നിറഞ്ഞ് ആടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ അവസരത്തിലാണ് ഇവർ രണ്ടുപേരും കൂടെ ചെന്നിത്തല നായർ വിശേഷണങ്ങൾ കൊണ്ട് പൊതിഞ്ഞു നിർത്തിയിരിക്കുകയാണ് വി ഡി സതീശന്. വി ഡി സതീശന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എടുത്ത ചില തീരുമാനങ്ങൾ അൻവറിനെ മുറ്റത്ത് നിർത്തി മുഴുവൻ മഴയും നനയിച്ചു. ഇപ്പോഴും അകത്തോട്ട് കയറ്റിയിട്ടില്ല, മുറ്റത്ത് നിർത്തിയിരിക്കുകയാണ്. സിറ്റ് ഔട്ടിലെങ്കിലും കസേര ഇട്ട് കൊടുക്കണ്ടേ, അതും ചെയ്തിട്ടില്ല. അവിടെ പോലും കയറ്റാൻ കൊള്ളാത്തവൻ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അൻവറിനെ അകത്ത് കയറ്റി ഇരുത്തണം, സൽക്കരിക്കണം എന്നൊക്കെ കോൺഗ്രസിനകത്തും വേറെ ചിലർ വാദിക്കുന്നുണ്ട്. പക്ഷേ വി ഡി സതീശൻ ഒരു പിടിയിൽ തന്നെയാണ്. വി ഡി സതീശൻ്റെ നീക്കമെന്ന് പറയുന്നത് ഇത് ഈ ലീഗിനെ ഒന്ന് തടയിടുക എന്നുകൂടിയുണ്ട്. ലീഗ് അൻവറിനെ വെച്ച് കളിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പം അൻവറിൻ്റെ സ്ഥാനാർത്ഥി VS ജോയി ആണെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. അങ്ങനെ VS ജോയിയെ നിർത്തിയിരുന്നുവെങ്കിൽ 2026 VS ജോയിയെ അനുനയിപ്പിച്ച് PV അൻവർ ആ സീറ്റ് അങ്ങ് എടുക്കും. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഈ നിലമ്പൂര് ലീഗിന് അങ്ങ് എടുക്കണമെന്നുണ്ട്. ലീഗിന് അല്പം മുൻതൂക്കമുള്ള മണ്ഡലമാണ്. ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത്, ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മതേതര സ്വഭാവമുള്ള കോൺഗ്രസ് നേതാവായിരുന്നു. ഇതുപോലെ കോൺഗ്രസിനകത്ത് വേറെ ആരും ഇപ്പോൾ ഉണ്ടാകത്തില്ല. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വരെ യോഗ്യനാണ്. മുസ്ലിം ലീഗിൻ്റെ നേരെ മുണ്ടും മടക്കി കുത്തി നിന്ന് ചോദിക്കാൻ തൻ്റെ ഇടമുള്ള ആളാണ്. മുസ്ലിം ലീഗിന് മതതീവ്രവാദ പാർട്ടികളുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ മണ്ഡലം ലീഗിന് പിടിച്ചെടുക്കാനൊന്നും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പതുക്കെ അൻവറിനെ വെച്ച് കളിക്കുന്നത്. എന്തായാലും സതീശൻ അതിനകത്ത് തൻ്റെ ഇടമായ ഒരു തീരുമാനമെടുത്തു. ഇനി നിലമ്പൂരിലെങ്ങാനും പരാജയപ്പെട്ടിരുന്നെങ്കിലോ വി ഡി സതീശനെ പോരിക്കുമായിരുന്നു, നിർത്തി പോരിക്കുമായിരുന്നു. അതേതായാലും വി ഡി സതീശൻ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ വി ഡി സതീശൻ അതിനകത്തുകൂടി ഒരു വലിയ മൈലേജ് ഉണ്ടാക്കുമെന്ന് കരുതിയാണ് ചെന്നിത്തല നായർ പറഞ്ഞത് സതീശനിസം എന്ന് പറയുന്ന ഒന്നില്ല. ഇവിടെ എല്ലാവരുടെയും കൂടി ഒരു വിജയത്തിന് എല്ലാവർക്കും അതിൻ്റെ അവകാശമുണ്ട്. കോൺഗ്രസ്സുകാർ തന്നെ പൊതുവെ അല്ലാതെ പറയുന്നുണ്ട്, ലീഗാണ് അതിൻ്റെ ഈ ഷൗക്കത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാന ക്രെഡിറ്റ് അവർക്ക് കൊടുക്കണം. ലീഗ് അത്രത്തോളം അധ്വാനിച്ചു. ലീഗ് വളരെ നിശബ്ദമായിട്ടുള്ള അധ്വാനമായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ. കുഞ്ഞാലിക്കുട്ടി ഒരു വലിയൊരു കളത്തിലിറങ്ങി, വീടുകൾ കയറി ഇറങ്ങി എന്നുള്ളതാണ്. എല്ലാ വീടുകളിലും അദ്ദേഹം എത്തി.
1000-ലധികം പ്രശ്നങ്ങൾ പരിഹരിച്ചു. അത് ലീഗ് അങ്ങനെ ഇറങ്ങിയതെന്ന് ചോദിച്ചാൽ അതൊരു ആവേശം കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇനി ഇത്തവണ 2026 ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ മാറും. അപ്പം ആ ഭരണത്തിൻ്റെ ഒരു പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു സൂചിക ഇവിടുന്ന് തന്നെ ആകട്ടെന്ന് അദ്ദേഹം കരുതി. അതാണ് ലീഗ് ഇത്രത്തോളം ആവേശത്തോടെ പ്രവർത്തിച്ചത്. കോൺഗ്രസ്സുകാർ പ്രവർത്തിച്ചില്ല എന്നല്ല, പ്രവർത്തിച്ചു. പക്ഷെ അതിനപ്പുറം ലീഗിനൊരു പ്രത്യേക താല്പര്യവും ആവേശവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആവേശത്തിൽ ആണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയവും ഉണ്ടായത്. എന്തായാലും അത് ഇനി അങ്ങോട്ട് ഇവർക്കൊരു വലിയൊരു 2026 ഒരു മുൻതൂക്കം കിട്ടും എന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷയോടുകൂടി പോകാൻ അണികൾക്കും പ്രവർത്തകർക്കും കൊച്ചു നേതാക്കന്മാർക്കും എല്ലാം സാധിക്കുന്നുണ്ട്. അത് നല്ലത് തന്നെയാണ്. കാരണം ഒരു പിണറായി വിരുദ്ധ തരംഗം ഉണ്ടെന്നുള്ളത്. പക്ഷേ വി.ഡി. സതീശൻ ഇപ്പോഴും അൻവറിൻ്റെ മേൽ ഇത്തരത്തിലുള്ള കടുത്ത നിലപാടുമായിട്ട് നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സതീശനോട് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ചെന്നിത്തല നായർ ഈ സതീശന് ഇത്തരത്തിൽ പുകഴ്ത്തിയതിൻ്റെ പിന്നിൽ എന്തായിരിക്കണം? ഒരുപക്ഷെ പതുക്കെ എനിക്ക് സംശയമുണ്ട്, ഈ നക്കിക്കൊല്ലുകയാണോ എന്ന്. അങ്ങനെയും ആകാമല്ലോ. ഇണങ്ങിയിരുന്നു കൊണ്ട് അത്തരത്തിൽ ഒതുക്കാൻ പറ്റും. ഈ വി.ഡി. സതീശനോട് താല്പര്യമില്ല എന്നുള്ളത് അൻവറിന്റെ കാര്യത്തിൽ കടുത്ത നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. ചെന്നിത്തല നായർ എന്തുകൊണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്നാണ് ലീഗ് ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് ലീഗിൻ്റെ കുറച്ച് അപ്രമാദിത്വം നടക്കും. വി.ഡി. സതീശൻ വന്നാൽ ആ കളി ചിലപ്പോൾ നടക്കത്തില്ല. വി.ഡി. സതീശന് ഇങ്ങനെ ലീഗിനെ ഒതുക്കുന്നു എന്ന് പുറമെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുകയാണ്. കാരണം ക്രൈസ്തവ വോട്ടുകൾ കൂടുതലായിട്ട് പിടിച്ചെടുക്കണം. ക്രൈസ്തവർ എന്തുകൊണ്ടാണ് അകന്നു പോയത്? ലീഗിനെ എടുത്ത് തോളത്ത് വെച്ചതുകൊണ്ട് തന്നെയാണ്. അവർക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും കൊടുക്കുന്നു. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുതലേ ഉണ്ടായതാണ്. 5 മന്ത്രിമാർ. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണ്? 5 മന്ത്രിയല്ല 6 മന്ത്രി ഉണ്ടാകും. പിന്നെ ഉപമുഖ്യമന്ത്രിയും ഉണ്ടാകും. അത് ഉറപ്പായ കാര്യമാണ്. ലീഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന മണ്ഡലങ്ങളൊക്കെ അവർ സേഫായിട്ട് അങ്ങ് അസംബ്ലിയിൽ എത്തിക്കും. അത് ഉറപ്പായ കാര്യമാണ്. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അവർ ബാർഗെയിനിങ് നടത്തും. ലീഗ് ബാർഗെയിൻ ചെയ്യാൻ എപ്പോഴും മിടുക്കരാണ്. അതുകൊണ്ടാണല്ലോ അവർ ഈ LDF-ലേക്ക് പോകാതെ നിൽക്കുന്നത്. അവിടെ പോയ ബാർഗെയിനിങ് ഒന്നും നടക്കത്തില്ല. അവരുടെ ചവിട്ടടിയിൽ തന്നെ കിടക്കേണ്ടി വരും. AK സെൻറ്ററിൻ്റെ പുറവശത്ത് പോയി നിൽക്കേണ്ടി വരും. എന്തെങ്കിലും തരുന്നതും വാങ്ങിച്ചുകൊണ്ട് പോകണം. അതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വി.ഡി. സതീശനും ചെന്നിത്തല നായരും കൂടി ഇനി ഒരുപക്ഷെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാകാനായിട്ട് ചെന്നിത്തല നായർ ആശീർവദിക്കുകയാണോ എന്നൊരു സംശയം. ചെന്നിത്തലയ്ക്ക് ഇപ്പം മുഖ്യമന്ത്രി ആയില്ലേ, പിന്നെ ഇനി എന്നാണ് ആകാൻ കഴിയുക? ഇപ്പോൾ തന്നെ വയസ്സ് 68 ആയി. ഈ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് പ്രായപരിധിയൊക്കെ കഴിയും. പിന്നെ രമേശ് ചെന്നിത്തല മറ്റെന്തെങ്കിലും കടുങ്കൈ ചെയ്യേണ്ടി വരും. അപ്പം എന്തായാലും വി.ഡി. സതീശനെ അനുനയിപ്പിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സമർത്ഥനാണ്, നല്ല വാഗ്ധോരണിയുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് വി.ഡി. സതീശനെ വാഴ്ത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.